ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, നമ്മുടെ വീടുകളിലെല്ലാം സാധാരണ ഉണ്ടാവുന്ന തുളസി വെച്ച് നമുക്ക് എന്തെല്ലാം ആണ് നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ഹെയറിൻ്റെ സംരക്ഷണത്തിനും എല്ലാം എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, തുളസി നമ്മുടെ മുടി തുടങ്ങുന്നവർക്ക് ഉണ്ടല്ലോ, അവർക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. കൂടുതലും നരയ്ക്കാതിരിക്കാനും നരച്ച മുടി കറക്കാനും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങൾ ഈ തുളസിക്കുണ്ട് കേട്ടോ. അപ്പം അത് നമ്മളിപ്പോൾ മുടി നരച്ച് തുടങ്ങുന്ന ഒരു പ്രായം, ഒരു 30-35 വയസ്സ് കഴിയുമ്പോൾ മുടി അവിടെ ഇവിടേക്ക് ഒന്ന് നരച്ച് തുടങ്ങുന്ന ഒരു സമയമാണല്ലോ. ഈ സമയത്ത് നമുക്ക് ഈ തുളസി പൗഡർ വളരെ ഗുണം ചെയ്യും. കൂടുതലായിട്ട് നരയ്ക്കാതിരിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നോ, തുളസി പൗഡർ വേണം. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഒരു ദിവസം പറിച്ച് തണലത്തിട്ട് ഉണക്കി മിക്സിയിലിട്ട് അടിച്ച് നമുക്ക് പൊടിച്ചു വെക്കാം കേട്ടോ. ഇനി അതെല്ലാം നിങ്ങളുടെ വീട്ടിൽ ധാരാളം തുളസി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എടുത്ത് അരച്ചെടുത്താലും മതി കേട്ടോ. അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇങ്ങനെ പൊടിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യാനുസരണമൊക്കെ എടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ തുളസി ഇല്ലെങ്കിൽ, ഇപ്പോൾ തുളസിയുള്ള വീടുകളിലൊക്കെ പോകുമ്പോൾ കുറച്ച് പറിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ നമുക്ക് ഉണക്കി പൊടിച്ച് വെക്കുന്നതും വളരെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ അത് വളരെ നല്ല ഒരു പരിപാടിയാണ്, ഇങ്ങനെ ഉണക്കി പൊടിച്ചു വെക്കണത് കേട്ടോ. വാങ്ങാനും കിട്ടും കേട്ടോ. ഇപ്പോൾ ഇഷ്ടംപോലെ നമ്മൾ ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ വാങ്ങാനും കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ നരച്ചു തുടങ്ങുന്നവർക്ക് തുളസി കൊണ്ട് ചെയ്യാവുന്ന പാക്കിന് വേണ്ടത് നമുക്ക് നെല്ലിക്കപ്പൊടി വേണം. നെല്ലിക്കയും ഇതുപോലെ തന്നെ നമുക്ക് നെല്ലിക്ക സീസണിൽ വാങ്ങി നന്നായിട്ട് അത് അരിഞ്ഞ് വെയിലത്തിട്ട് ഉണക്കി വെക്കാട്ടോ. അപ്പം നമുക്ക് നല്ല നെല്ലിക്ക കിട്ടും, നല്ല നെല്ലിക്കപ്പൊടി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയും ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ടത് ഇത് രണ്ടുമാണ്. പിന്നെ നെല്ലിക്ക പൗഡറും വേണം, തുളസി പൗഡർ, അതല്ലെങ്കിൽ തുളസി അരച്ചത്. ഓക്കെ, അതിലേക്ക് നമുക്ക് കുറച്ച് നിങ്ങളുടെ തലയിൽ വെളിച്ചെണ്ണയാണോ, ഏതാണ് നല്ലെണ്ണയാണോ, ഏതെണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് 2-3 തുള്ളി ഒഴിച്ചോളൂ കേട്ടോ. ഇവിടെ മുടി നന്നായിട്ട് ഷാമ്പു ചെയ്യണേ. നമ്മൾ ഹെയറിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന്, മുടി നന്നായിട്ട് അഴുക്ക് പാടില്ല. മുടിയിൽ നന്നായിട്ട് ഷാമ്പു ചെയ്യണം. സ്കാൾപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. എന്നിട്ട് അപ്ലൈ ചെയ്താലാണ് എപ്പോഴും നമുക്ക് ഫുള്ളായിട്ടുള്ള അതിൻ്റെ മെറിറ്റ്സ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ മുടി നന്നായിട്ട് ഷാമ്പു ചെയ്തിട്ട്, ഇപ്പം ഞാൻ അളവ് പറയുകയാണെങ്കിൽ 1:1. ഓക്കെ, അപ്പം നിങ്ങൾ 1 കപ്പ് പൗഡർ എടുക്കണമെങ്കിൽ 1 കപ്പ് നെല്ലിക്കപ്പൊടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നിങ്ങൾ ഒരു സ്പൂൺ പിന്നെ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അത് മിക്സ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ആവുന്നില്ലെങ്കിൽ, ഇപ്പം അരച്ചതാണെങ്കിൽ ആ വെള്ളത്തിൽ അങ്ങ് മിക്സ് ആവും. ഈ പൊടിയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് മിക്സ് ആവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാം. ഓക്കെ, വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്തിട്ട് സ്കാൾപ്പിലൊക്കെ തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒക്കെ നിങ്ങളുടെ ആരോഗ്യം പോലെ കേട്ടോ. അത്തിരി ഇങ്ങനെ പിന്നെ നീരുവീഴ്ചയൊക്കെ വരുന്നവർക്കൊക്കെ ഈ തണുപ്പധികം തലയിലിരിക്കാൻ ബുദ്ധിമുട്ടാന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു ഉദ്ദേശമല്ല പറഞ്ഞത്. വെറുതെ കുഴപ്പമൊന്നുമില്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ നിങ്ങൾക്കിത് സ്കാൾപ്പിലിട്ട് വെച്ചേക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് ഷാമ്പു ചെയ്ത് കളയണം. ഇതാണ് പിന്നെ മുടി നരയ്ക്കാതെ ഇരിക്കുന്നതിനും നരച്ചവർക്ക് കൂടുതലായിട്ട് നര വരാതിരിക്കുന്നതിനും എല്ലാം പറ്റുന്ന നല്ല ഒന്നാന്തരം തുളസി പാക്കാണ് ഇത്. ഇനി ഇതിൻ്റെ അടുത്തൊരു പിന്നെ ഏറ്റവും ഗുണമുള്ള ഒരു ഉപയോഗമാണ് കേട്ടോ, മുഖക്കുരു ഉള്ളവർക്ക്. മുഖക്കുരു ഇപ്പോൾ നിങ്ങൾക്ക് അധികം മുഖക്കുരു ഒന്നും ഇല്ലെങ്കിൽ ഈ തുളസി നീര് നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് വാഷ് ചെയ്ത് കളയാം. ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്. അങ്ങനെ ഒത്തിരി പിന്നെ നമ്മുടെ ഫംഗസിനും ബാക്ടീരിയയ്ക്കും ഒക്കെ എതിരെ ഇത് എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോൾ എന്തെങ്കിലും വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒന്ന് കുട്ടികൾക്ക് ചൊറിച്ചല്ലോ എന്തെങ്കിലും വേണ്ടി നമ്മൾ തുളസി എടുത്ത് അരച്ചിടും അല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മെഡിസിനൽ വാല്യൂ ഒന്നും പറയുന്നില്ല. അപ്പോൾ മുഖക്കുരു ഉള്ളവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് വെറുതെ അതിൻ്റെ നീര് അപ്ലൈ ചെയ്താൽ മതി, അല്ലെ അരച്ചിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ചിലവരെ സംബന്ധിച്ച് മുഖക്കുരുവിനേക്കാളും മുഖം നിറയെ മുഖക്കുരുവും അതുപോലെ ചെറിയ ചെറിയ കുരുക്കളും ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ചിലവർക്കുണ്ടല്ലോ. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നമുക്കിതിനകത്ത് ആര്യവേപ്പിൻ്റെ ഇല കേട്ടോ, ആര്യവേപ്പിൻ്റെ ഇലയും
അതുപോലെ തുളസി ഇലയും കൂടെ നന്നായിട്ട് അരച്ച് അതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഒരു സ്പൂൺ ആര്യവേപ്പിൻ്റെ ഇല അരച്ചതും ഒരു സ്പൂൺ പിന്നെ തുളസി ഇല അരച്ചതും അതിലേക്ക് നമുക്ക് 4-5 തുള്ളി പിന്നെ ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്നങ്ങ് വലിഞ്ഞു കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളം കേട്ടോ, അത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. നിങ്ങളത് വാഷ് ചെയ്ത് കളയണം. അത് വളരെ എഫക്റ്റീവാണ്. ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം മുഖക്കുരു പുതിയതായിട്ട് വരാതിരിക്കുന്നതിനും അതുപോലെ ആ പസ്സു ഒക്കെ പോകുന്നതിനും പെട്ടെന്ന് നമുക്ക് ആ മുഖക്കുരു വന്ന പാടുകൾ ഉണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ആ പാടുകളൊക്കെ ഡിമ്മാവുന്നതിന് ഈ പാക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഈ മുഖക്കുരു വന്ന പാടുകൾ പോവാൻ ഇപ്പം നിങ്ങൾ വെറുതെ ഓറഞ്ച് കഴിച്ച് അതിൻ്റെ തൊലി കളയാണ്ട് ഉണക്കി പൊടിച്ചെടുത്ത് വെച്ച് അതിലേക്ക് തുളസി നീരും ഒഴിച്ച് ഈ മുഖത്തിടണമെങ്കിലും നല്ലതാണ് കേട്ടോ. മറ്റേ പാക്ക് പോലെ തന്നെ ഗുണം ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ പാക്ക് പോലെ തന്നെ ഗുണം ചെയ്യുന്ന പാക്കാണ് ഈ രണ്ടാമത് പറഞ്ഞത്. അതാണ് മുഖക്കുരു വന്ന പാടുകൾ പോകാൻ കേട്ടോ. പിന്നെ വല്ലാണ്ട് ഡ്രൈ ഹെയർ ആണ് നിങ്ങളുടെതെങ്കിൽ, ഡ്രൈ പിന്നെ മുഖം വല്ലാണ്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്കും തുളസി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിന് നമുക്ക് തുളസി നീരോ അല്ലെങ്കിൽ തുളസി പൗഡറോ എന്താണെങ്കിലും തൈരും കൂടെ മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. മുഖത്ത് നല്ല തിളക്കം കിട്ടുന്നതിനും ആ ഡ്രൈനെസ് ഒക്കെ പോകുന്നതിനും വളരെ എഫക്റ്റീവാണ് ഈ തുളസിനീര് ഇങ്ങനെ നമുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തുളസിനീര് എങ്ങനെ നോക്കിയാലും നമ്മൾക്ക് ഒത്തിരി ഗുണങ്ങളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും തുളസി വീട്ടിൽ വെച്ച് പിടിപ്പിക്കണേ. ഒരു ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഫ്ലാറ്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ചെടിച്ചട്ടിയിൽ നമുക്ക് തുളസിയൊക്കെ ഒന്ന് നട്ടുപിടിപ്പിച്ചാൽ നമ്മുടെ ഈ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. തീർച്ചയായിട്ടും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഈ ദേഹത്ത് ഈ മുഖത്തൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇച്ചിങ് ഉള്ളവരുണ്ടല്ലോ, വെയിലത്തൊക്കെ പോയി വരുമ്പോഴും അങ്ങനെ ഒത്തിരി പേർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്കും ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ തുളസിനീര് വെറുതെ നമുക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഒരു സ്പൂൺ തുളസിനീരും ഒരു സ്പൂൺ പാലും കൂടെ മിക്സ് ചെയ്ത് മുഖത്തെല്ലാം അപ്ലൈ ചെയ്യാം. അത് ഈ നമ്മുടെ മുഖത്തെ ഒക്കെ ഉണ്ടാവുന്ന ചൊറിച്ചിലിനൊക്കെ നല്ല ഒരു റെമഡിയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. പെട്ടെന്ന് ഇങ്ങനെ ദേഹമൊക്കെ ചൊറിയുക, മുഖമൊക്കെ ചൊറിയുക, അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പം നിങ്ങൾക്കായിട്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പിന്നെ തുളസിയും തേനും കൂടെ മുഖത്ത് അപ്ലൈ ചെയ്യണം നല്ലതാണ് കേട്ടോ. മുഖം നല്ല തിളക്കം കിട്ടുന്നതിനും ചുളിവുകളൊക്കെ വരാതിരിക്കുന്നതിനും ഒക്കെ തേനും തുളസിയും കൂടെ സമാസമം ഒരു സ്പൂൺ തുളസി നീരും ഒരു സ്പൂൺ തേനും കൂടെ എടുത്ത് മിക്സ് ചെയ്ത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യണതും നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ വിട്ടുപോയി, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ഞാൻ നിർത്തട്ടെ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.